നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 1 ബേസിക് കോൺസെപ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്നുള്ള യൂണിറ്റിന്റെ ഫേസ് സ്പേസ് എന്നുള്ള ടോപ്പിക് വരെ നമ്മൾ പഠിച്ചു അല്ലേ? ഫേസ് സ്പേസ്, അതേപോലെ അതിന്റെ സെൽ ഡിവിഷന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാക്രോ സ്റ്റേറ്റ് എന്താ, മൈക്രോ സ്റ്റേറ്റ് എന്താ അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് സ്പേസ് മുതൽ ഫേസ് സ്പേസ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ലെക്ചർ റോഡ് മാപ്പ് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു മാക്രോ സ്റ്റേറ്റ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കും. അതേപോലെ ഹാമിൽട്ടോണിയൊക്കെ പഠിക്കുന്നു. ആ ടോപ്പിക്സ് ഒക്കെ ഈ ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് സ്റ്റേറ്റ്സ് എന്താണെന്ന് നോക്കാം. സോ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡിസ്ക്രൈബ്ഡ് സ്പെസിഫൈ മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം കുറച്ച് മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ്, അതാണ് നമ്മളെ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് അല്ലേ? നമ്മളെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് NV E, ഈ 3 പാർട്ടിക്കിൾസ്, ഈ ഒരു മൈക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും മാക്രോസ്കോപ്പിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മാക്രോ സ്റ്റേറ്റിനെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഒരു മാക്രോ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ മാക്രോ സ്റ്റേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് ദി നമ്പർ ഓഫ് ഫേസ് പോയിന്റ്സ് ഇൻ ഈച്ച് സെൽ ബട്ട് നോട്ട് വിത്ത് സ്പെസിഫിക് പാർട്ടിക്കിൾസ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെല്ലിനെ നമ്മളൊരു ഫേസ് സ്പേസിൽ കുറെ ഇങ്ങനെ സെല്ലിനെ ഡിവൈഡ് ചെയ്തു അല്ലെ? കുറെ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തു. കുറേ സെൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഫേസ് സ്പേസിലുള്ള ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ഫേസ് പോയിന്റ് അല്ലെ? അതായത് ആ പോയിന്റ് ആണ് അവിടെ ഉള്ള എന്താ ഒരു പാർട്ടിക്കുലർ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പോയിന്റ് ഫേസ് സ്പേസിലുള്ള പോയിന്റ് ആണ് പാർട്ടിക്കുലർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെല്ലിലും എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നോക്കുന്നതാണ് മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് നമ്മളെ കയ്യിൽ എന്താ പറയാ, നമ്മളെ കയ്യിൽ 2 സെല്ലുണ്ട്. സെൽ 1 ഉണ്ട്, അതേപോലെ സെല്ല് 2 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയണം 3 പാർട്ടിക്കിൾസ് ഉണ്ട്. 3 പാർട്ടിക്കിൾസും ഉണ്ട്. പാർട്ടിക്കിൾസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ A, B, C എന്ന് പറഞ്ഞ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് മാക്രോ സ്റ്റേറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ല് 1 2 പാർട്ടിക്കിൾസ് വേണം, സെല്ല് 2 1 പാർട്ടിക്കിളും. ഓക്കെ, ഇതാണ് ഒരു മാക്രോ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഇതിൽ A, B, C എന്നുള്ള 3 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. പക്ഷെ ഇതിൽ എയും ബിയും ഈ സെല്ല് 1 തന്നെ ആവണം, സി സെല്ല് 2 തന്നെ ആവണം, അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. ഏതെങ്കിലും 2 പാർട്ടിക്കിൾസ് സെല്ല് 1 വരണം, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ സെല്ല് 2 വരണം. അത്രേ മാക്രോ സ്റ്റേറ്റ് കൊണ്ട് പറയുന്നുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത് ഇറ്റ് സ്പെസിഫൈസ് ദി നമ്പർ ഓഫ് ഫേസ് പോയിന്റ്സ്. ഫേസ് പോയിന്റ്സ് നമ്മൾ പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലെ? ഇൻ ഈച്ച് സെൽ ബട്ട് നോട്ട് വിത്ത് സ്പെസിഫിക് പാർട്ടിക്കിൾ. ഏതാണ് സ്പെസിഫിക് ആയിട്ട് പാർട്ടിക്കിൾ ഏതാണ് സ്പെസിഫൈ ചെയ്യില്ല. ഓക്കെ, ഇനി മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ഓഫ് എക്സാക്ട്ലി വിച്ച് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആർ ഇൻ വേരിയസ് സെൽസ്. ഏത് സെല്ലിൽ ഏത് പാർട്ടിക്കിൾ നിൽക്കണമെന്ന് മൈക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് മാക്രോ സ്റ്റേറ്റ് അല്ലെ? ഇതിനൊരു മാക്രോ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു മാക്രോ സ്റ്റേറ്റിൽ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ടാവും നോക്ക്. സെല്ല് 1 ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് ഇതാ ഫസ്റ്റ് മൈക്രോ സ്റ്റേറ്റ് 1. ഓക്കെ, മൈക്രോ സ്റ്റേറ്റ് 1 ആയിട്ട് നമുക്ക് എങ്ങനെ ഇതാ സെല്ല് 1 AB വരാം. ഓക്കെ, അതേപോലെ സെല്ല് 2 C വരാം അല്ലെ? അതേപോലെ എങ്ങനെ വരാ രണ്ടാമത് ഇതൊരു മൈക്രോ സ്റ്റേറ്റ്, ഇതൊരു മൈക്രോ സ്റ്റേറ്റ് ആണ്. അതേപോലെ മൈക്രോ സ്റ്റേറ്റ് 2 ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? മൈക്രോ സ്റ്റേറ്റ് 2 ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ സെല്ലിൽ BC വരാം, രണ്ടാമത്തെ സെല്ലിൽ A വരാം അല്ലെ? അതേപോലെ മൈക്രോ സ്റ്റേറ്റ് 3 ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റത്തെ സെല്ലിൽ AC വരാം, രണ്ടാമത്തെ സെല്ലിൽ B വരാം അല്ലെ? അതായത് ഈ മൂന്നും മൈക്രോ സ്റ്റേറ്റുകളും ഒരു മാക്രോ സ്റ്റേറ്റ് അല്ലേ ഇത് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ 3 മൈക്രോ സ്റ്റേറ്റുകൾ നോക്കി നോക്ക്, രണ്ട് പാർട്ടിക്കിൾസ് ഫസ്റ്റത്തെ സെല്ലിലുണ്ട്, ഒരു പാർട്ടിക്കിൾ രണ്ടാമത്തെ സെല്ലിലുണ്ട് അല്ലെ? ഇത് മൂന്നും ഒരേ മാക്രോ സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, പക്ഷെ 3 ഡിഫറെന്റ് മൈക്രോ സ്റ്റേറ്റുകളാണ്. ഇങ്ങനെയാണ് മാക്രോ സ്റ്റേറ്റും മൈക്രോ സ്റ്റേറ്റും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തത് നമ്മളൊരു എക്സാമ്പിൾ നോക്കും. പിന്നെ തെർമോഡൈനാമിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മളെ പ്രാക്ടിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്കെ ഭയങ്കര കൂടുതലേക്കാണ്. കാരണം ഒരു കണ്ടെയ്നറിലുള്ള ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ഈവൻ നമ്മളൊരു 1 മോൾ ഓഫ് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ഡയഗേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ 6.02 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട് അല്ലെ? ഇത്രയും മോളിക്യൂൾസ് ഈ ഒരു 1 മോളിലുണ്ട്. അപ്പൊ ടോട്ടലി നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ അത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പൊ ഫോർ ലാർജ് സിസ്റ്റത്തിൽ എന്തുണ്ടാവും? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവും, ഇൻഫിനിറ്റിക്ക് അപ്രോച്ച് ചെയ്യിക്കാരം. അതേപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ വോളിയം ഇൻഫിനിറ്റി ആയിക്കാരം. പക്ഷേ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ വോളിയം ആണ്. അപ്പൊ രണ്ടും ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ്, ഫൈനൈറ്റ് ആണ്.
അതിന് ഈ ഒരു സംഭവത്തിന് പറഞ്ഞ പേരാണ് തെർമോഡൈനാമിക് ലിമിറ്റ്. നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ ഉള്ള ഒരു കേസ് വെച്ചിട്ടാണ് ഈ തെർമോഡൈനാമിക് ലിമിറ്റ് പറയുന്നത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ മൈക്രോസ്റ്റേറ്റും മാക്രോസ്റ്റേറ്റും എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എ ആൻഡ് ബി ഇൻടു 3 സെൽസ്. ഈ ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്നും ഇൻഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്നും പറയും. ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം. ഓക്കെ, അതായത് ഈ എ ബി സി ഇങ്ങനെ 3 ഡിഫറെന്റ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്, ഒന്ന് സി ആണ്, അല്ലെ? ഡിസ്റ്റിംഗ്വിഷബിൾ ആണ്. ഇൻഡിസ്റ്റിംഗ്വിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ്, അതായത് മൂന്ന് പാർട്ടിക്കിൾസും ഒരേപോലെ, കണ്ടാലും ഒരേപോലെ, മൂന്നും എ ആണ്. ഓക്കെ, അപ്പൊ ഇത് കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ, ഇത് വേറെ വേറെ ആണ്, നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല. ഇതിനെയാണ് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ് എടുത്തിരിക്കുന്നത്. എ ബി എന്നുള്ള 2 ഡിസ്റ്റിംഗ്വിഷബിൾ പാർട്ടിക്കിൾസ് എടുത്തിരിക്കുന്നു. 3 സെല്ലും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് സെല്ല്, രണ്ടാമത്തെ സെല്ല്, മൂന്നാമത്തെ സെല്ല്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഫസ്റ്റത്തെ മാക്രോ സ്റ്റേറ്റ് ആണ്. സെല്ല് 1 2 പാർട്ടിക്കിള്, സെല്ല് 2 ഒന്നുമില്ല, സെല്ല് 3 ഒന്നുമില്ല. ഇത് ഒരു മാക്രോ സ്റ്റേറ്റ് അല്ലെ? ഒരു മാക്രോ സ്റ്റേറ്റ് അല്ലേ ഇത്? ഇനി രണ്ടാമത്തെ മാക്രോ സ്റ്റേറ്റ് ആണ്. സെല്ല് 1 ഒന്നുമില്ല, സെല്ല് 2 2 പാർട്ടിക്കിൾസും വെച്ചു, ഇതില് ഒന്നും വെച്ചിട്ടില്ല, അല്ലെ? നമുക്ക് ഇതിനെ ഡിഫറെന്റ് കൈൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. ഒരു 2 പാർട്ടിക്കിൾസ് 3 സെല്ല് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഇനി കാരണം ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ്, അല്ലെ? ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ്. അടുത്ത മാക്രോ സ്റ്റേറ്റ് പറഞ്ഞാൽ സെല്ല് 1 ഒന്നുമില്ല, സെല്ല് 2 ഒന്നുമില്ല, പക്ഷെ സെല്ല് 3 ആണ് 2 പാർട്ടിക്കിൾസിന് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സെല്ല് 1 എ എന്നുള്ള പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ബി എന്നുള്ള പാർട്ടിക്കിൾ. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ സെല്ല് 1, ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ സെല്ല് 2, മൂന്നാമത്തെ സെല്ലിൽ ഒന്നുമില്ല. ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ്. പക്ഷെ ഇതിന് 2 മൈക്രോ സ്റ്റേറ്റ് ഒന്നുകൂടെ. കാരണം ഒരു മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ എയും ഇവിടെ ബിയും ഇവിടെ 0യും വരാം. അതേപോലെ അടുത്ത മൈക്രോ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ ബിയും ഇവിടെ എയും ഇവിടെ 0യും വരാം, അല്ലെ? അതായത് ഈ ഒരു നാലാമത്തെ മാക്രോ സ്റ്റേറ്റിന് 2 മൈക്രോ സ്റ്റേറ്റ് ഇല്ലേ? അതേ കേസ് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഇവിടെ ബി വരാം, 0 വരാം, ഇവിടെ എ വരാം. സെല്ല് 1 3 മാത്രം പാർട്ടിക്കിൾ. അത് മൈക്രോ സ്റ്റേറ്റ് ആകുമ്പോൾ എന്ത് വരാം? ബി 0 എ എന്ന് വരാം. അതേപോലെ എ 0 ബി എന്ന് വരാം, അല്ലെ? ഇപ്പൊ 2 മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെയും അതേ പറഞ്ഞ പോലെ തന്നെ സെല്ല് 1 ഒന്നുമില്ല, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ. മൈക്രോ സ്റ്റേറ്റ് ആകുമ്പോൾ ഇവിടെ എ ഇവിടെ ബി എന്നാക്കാം. അതേപോലെ ഇവിടെ ബിയും ഇവിടെ എയും ആക്കാം. 2 മൈക്രോ സ്റ്റേറ്റ് വരും. അപ്പൊ ഇവിടെ ടോട്ടലി നോക്കുമ്പോൾ മാക്രോ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 2 3 ഈ 3 1 2 3 എന്നുള്ള മാക്രോ സ്റ്റേറ്റിന് ഒരു മൈക്രോ സ്റ്റേറ്റേ ഉള്ളൂ, അല്ലെ? ശരിയാണ്. കാരണം ഇവിടെ എ ബി എന്നുള്ളത് ബി എന്ന് മാറ്റൊന്നുമില്ലല്ലോ. ഒരു മൈക്രോ സ്റ്റേറ്റ് ഉള്ളൂ. ഇനി 4 5 6 എന്നുള്ളതിന് എന്തുണ്ട്? ഈ 3 മാക്രോ സ്റ്റേറ്റിന് എന്തുണ്ട്? 2 മൈക്രോ സ്റ്റേറ്റ്സ് ഇല്ലേ? ഓരോന്നിനും 2 മൈക്രോ സ്റ്റേറ്റ്സ് വെച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര മൈക്രോ സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ട്? ഇവിടെ ഓരോന്നിനും 1 വെച്ചിട്ട്, അപ്പൊ 3. ഇവിടെ ഓരോന്നിനും 2 വെച്ചിട്ട്, 2 4 6, പിന്നെ ഇവിടെ ഒരു 3 കൂടി, 9, അല്ലെ? ടോട്ടൽ ഇവിടെ 9 മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? പക്ഷെ ഇതിപ്പോ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആണെന്നുണ്ടെങ്കിലോ, കാരണം എ ബി എന്നല്ലാണ്ട് രണ്ടും എ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എ ഇവിടെ എന്ത് വരും? ഇവിടെ എ, ഇവിടെയും എ 0. പിന്നെ അത് എ ബി എ എന്ന് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ, സെയിം തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ ഒരു മാക്രോ സ്റ്റേറ്റിന് 1 തന്നെ വരുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. അപ്പൊ ടോട്ടൽ 6 ഉണ്ടാവുള്ളൂ. ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആകുമ്പോൾ 6 ഉണ്ടാവുള്ളൂ. ഡിസ്റ്റിംഗ്വിഷബിൾ ആകുമ്പോഴാണ് 9 മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ്സ് NVE. മാക്രോ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൽ എത്ര നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഇതിനെങ്ങനെയാണ് കാണിക്കുക? ഗാമ ഓഫ് NVE. ഓക്കെ, ഗാമ എന്നും കാണിക്കും, അതേപോലെ ഒമേഗ എന്നും കാണിക്കും, ഒമേഗ എന്നും കാണിക്കും, അതേപോലെ തന്നെ ഈ W എന്നും കാണിക്കലുണ്ട് ഇടയ്ക്ക്. ഓക്കെ, സോ അത്രേ ഉള്ളൂ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൈക്രോ സ്റ്റേറ്റ്സ്, ഒരു മാക്രോ സ്റ്റേറ്റിൽ എത്ര മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട് എന്നുള്ള നമ്പർ ആണ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഓക്കെ, സോ ഇനി വരുന്നതാണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ. ഹാമിൽട്ടൺസ് ഇക്വേഷൻ പറഞ്ഞതിന് മുന്നേ തന്നെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. F ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതേപോലെ N പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവിടെ N പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആക്ച്വലി എന്താ പറയാ, ടോട്ടൽ കോർഡിനേറ്റ് ഈക്വൽ ടു F ഇൻറ്റു N കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, F ഇൻറ്റു N കോർഡിനേറ്റ്സ് ഉണ്ടാവും. പക്ഷെ പിന്നെ ഓരോന്നിനും എന്തുണ്ടാവും? ഓരോ ഇതിലും മൊമെന്റും കോർഡിനേറ്റും ഉണ്ടാവും, എന്താ മൊമെന്റും ഉണ്ടാവും, പൊസിഷനും ഉണ്ടാവും, അല്ലെ? അതായത് ടോട്ടൽ നമുക്ക് 2s കോർഡിനേറ്റ്സ് ഉണ്ടാവും.
ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് സ്പേസിന്റെ ഡയമെൻഷൻ ഒക്കെ പറയാം. ഇങ്ങനെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴും നോട്ട് ചെയ്യാം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന്, അതേപോലെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഈക്വൽ ടു എഫ് ഇൻറ്റു എൻ, അത്രയും കോർഡിനേറ്റ്സ് ഉണ്ടാവും. പിന്നെ ഓരോന്നിനും ഒരു പൊസിഷൻ ഉണ്ടാവും, ഒരു മൊമെന്റും ഉണ്ടാവും അല്ലെ. അപ്പൊ ടോട്ടൽ 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ആണ് നമ്മൾ എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്നത്. ന്യൂട്ടോണിയൻ ഇക്വേഷൻസിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടി നല്ലത് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് യൂസ് ചെയ്യാനാണ്. കാരണം ഇപ്പൊ ഈ റൊട്ടേഷണൽ മോഷന്റെ ഒക്കെ കേസ് വരുമ്പോൾ, അതേപോലെ തന്നെ അങ്ങനത്തെ കേസ് കാര്യങ്ങൾ, അതേപോലെ ക്വാണ്ടം മെക്കാനിക്കൽ സംഭവങ്ങൾ ഇൻവോൾവ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷനേക്കാൾ കൂടുതലും കുറച്ചും കൂടി നല്ലത് യൂസ് ചെയ്യാൻ വരുന്നത് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. അപ്പോൾ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ലഗ്രാഞ്ചിനും ഹാമിൽട്ടൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസും ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. അറിയുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പറയാം. നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ് ആണ്, പൊസിഷൻ. അതേപോലെ പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് മൊമെന്റം കോർഡിനേറ്റ് അല്ലെ. സോറി, ജനറലൈസ്ഡ് മൊമെന്റം കോർഡിനേറ്റ് ആണ്, കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹാമിൽട്ടണിന്റെ ഇക്വേഷൻ ആണ് ആക്ച്വലി. ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ടോട്ടൽ എനർജി ഓഫ് സിസ്റ്റം ആണ് അല്ലെ. അതിന് നമ്മൾ ഹാമിൽട്ടനെ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ടി, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലെ, ഹാമിൽട്ടൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. ഡി ക്യു ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ പി ഐ ആണ്. അതേപോലെ തന്നെ ഡി പി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ആണ്. ഓക്കെ അല്ലേ. അതേപോലെ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു എച്ച് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി സ്ക്വയർ ബൈ 2m ആണ് അല്ലെ, സമ്മേഷൻ പി സ്ക്വയർ ബൈ പി ഐ സ്ക്വയർ ബൈ 2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഓഫ് ക്യൂ അല്ലെ. ഓക്കെ അല്ലേ. ഇതാണ് ഹാമിൽട്ടന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ. ദീസ് ഇക്വേഷൻസ് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ദി ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് കോഴ്സ് ഡിറ്റർമിനിസ്റ്റിക്കലി. ഓൺലി വൺ ഫേസ് ട്രജക്ടറി പാസസ് ത്രൂ ഈച്ച് പോയിന്റ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോ ഒരു ഒരു പാർട്ടിക്കിളിന്റെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ പൊസിഷനും മൊമെന്റും ഒക്കെ അറിഞ്ഞിട്ടാണ്. അപ്പൊ കറക്റ്റ് പൊസിഷനും മൊമെന്റും അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫ്യൂച്ചർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ഈ ഫേസ് സ്പേസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിന്റെ ഫേസ് പോയിന്റ് അല്ലെ. ആ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യും ആ ഫേസ് പോയിന്റ്. പിന്നെ അത് നമ്മൾ പറഞ്ഞു, അതിലിങ്ങനെ ഫേസ് സ്പേസിൽ ഇങ്ങനെ അതൊരു ട്രജക്ടറി പാസ് ചെയ്ത് ഒരു ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പാത്ത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അത് ടൈമിനനുസരിച്ചിട്ട് അതിങ്ങനെ വേരി ചെയ്യണോ, അതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതെപ്പോഴും എന്താ പറയാ, അതിന്റെ ഒരു റാൻഡം ആയിട്ട് വേറൊരു പാത്തൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് കറക്റ്റ് ഒരു ഡിറ്റർമിനിസ്റ്റിക് പാത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഇതിന്റെ ഫ്യൂച്ചർ ഒക്കെ. ഓക്കെ, നമുക്ക് പൊസിഷനും മൊമെന്റും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനിയുള്ളതാണ് ഈ നമ്മളെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് സ്പേസ് ട്രജക്ടറിന്റെ ഡയഗ്രം എന്താണ്, ഫേസ് സ്പേസ് ട്രജക്ടറി വരക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ്, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ ക്യൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇക്വേഷൻ വരുന്നത്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഇസ് ഇക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. അതേപോലെ തന്നെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മൈനസ് എം എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്ന് എന്താ സ്ക്വയർ ചെയ്യാം. ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തൊരു എ സ്ക്വയർ പ്ലസ് ഒ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. അതേപോലെ തന്നെ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരില്ലേ, പ്ലസ് ഫൈവ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് കോ സ്ക്വയറിന് ഒറ്റപ്പാക്കാം. ഇങ്ങനെ എഴുതാം, ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു എന്ത് ചെയ്താ കോ സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അതേപോലെ പി സ്ക്വയർ ബൈ എം സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് 1 + 2 ചെയ്ത് എന്ത് വരും, കോ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ പ്ലസ് കോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്, നമുക്കറിയാലോ അല്ലേ. നമുക്ക് എന്ത് ചെയ്താ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ബൈ എം സ്ക്വയർ എ സ്ക്വയർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1
കിട്ടിയില്ലേ? ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് എന്തിന്റെ ഫോമാറ്റ് ആണ്? ഇക്വേഷൻ ഓഫ് എലിപ്സിന്റെ ഫോമാറ്റ് ആണ് അല്ലെ? ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെ ഒരു എലിപ്സിന്റെ ഡയഗ്രാം വരും. അപ്പോ ഇവിടെ നമ്മൾ ആക്ച്വലി ഇവിടെ ഉള്ള ടോട്ടൽ എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ്. ഓക്കെ, ഇത് നമുക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ 2e/m ഒമേഗ സ്ക്വയർ എന്ന് ഇരിക്കൂലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ ക്യൂ സ്ക്വയറിന്റെ അവിടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ? 2e/m ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുക പ്ലസ് പി സ്ക്വയർ ബൈ എം സ്ക്വയർ എ സ്ക്വയർ അല്ല എം സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എന്താ 2e/m ഒമേഗ സ്ക്വയർ വരും. എമ്മും കട്ടായി, ഒമേഗ സ്ക്വയർ ടോട്ടലി കട്ടായി. അപ്പൊ എന്ത് വരും? ഡോട്ട് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2e/m ഒമേഗ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ബൈ 2me എന്ന് വരും അല്ലെ? ഈക്വൽ ടു 1 എന്ന് എഴുതാം അല്ലെ? അതായത് നമ്മളെ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? ആക്ച്വലി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് നമ്മളെ ആക്ച്വലി എലിപ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ഇതിനായിട്ട് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്കറിയാം എക്സ് കോർഡിനേറ്റില് ക്യൂ ആണ്, വൈ കോർഡിനേറ്റിൽ മൊമെന്റും ആണ് അല്ലെ? പൊസിഷനും മൊമെന്റും ആണ് നമ്മൾക്കറിയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2e/m ഒമേഗ സ്ക്വയർ ആണ്. എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ? √2e/m ഒമേഗ സ്ക്വയർ എന്ന് എഴുതാ അല്ലെ? അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ? √2me എന്ന് എഴുതാ അല്ലെ? നമുക്കറിയാം എന്താണ് ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ എ ബി ആണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? പൈ ഇൻറ്റു എ എന്താ? √2e/m ഒമേഗ സ്ക്വയർ ഇൻറ്റു √2me എന്ന് എഴുതാം. ഓക്കെ, √2 ആവും, √e ഇ ആവും. അതേപോലെ √m ക്യാൻസൽ ആവും. ഒമേഗ സ്ക്വയർ പുറത്തേക്ക് വരുമ്പോ ഒമേഗ ആവും. അപ്പൊ എന്ത് ചെയ്താ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ? പൈ ഇൻറ്റു 2e എന്ന് വരും ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് വരും. അതായത് നമുക്ക് എന്താ? 2πe/ഒമേഗ എന്ന് എഴുതാ അല്ലെ? ഇതാ ഇവിടെ എഴുതിക്കുന്നു. ഫേസ് സ്പേസ് ഈസ് ആൻ എലിപ്സ് വിത്ത് ഏരിയ 2πe/ഒമേഗ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളെ ഒരു എന്താ പറയാ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിൽ വരുന്നത്. ഇതിന്റെ ട്രജക്ടറി ഫേസ് സ്പേസ് വരുന്നത് എലിപ്സ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. Draw the phase space for a particle having energy E and constrained to move in one dimensional in the range of 0L. 0 to L എന്നുള്ള റേഞ്ചിൽ മൂവ് ചെയ്യുന്ന എനർജി ഈ റേഞ്ചിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫേസ് സ്പേസ് ഡയഗ്രാം വരക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ 0x L ഇതിന്റെ ഇടയിലാണ് ഇതിന്റെ ഇടയിലാണ് പൊസിഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ ലെറ്റസ് കൺസിഡർ പാർട്ടിക്കൽ മൂവിംഗ് വൺ ഡയമെൻഷൻ കൺഫൈൻ ടു ഇന്റർവെൽ 0L. എല്ലിന്റെ ഇടയിലാണ് പാർട്ടിക്കിൾ കൺഫൈൻ ചെയ്തിരിക്കുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, ഇവിടെ ആകെ കൈനറ്റിക് എനർജി ആണുള്ളത്. അപ്പൊ ഈ പി സ്ക്വയർ ബൈ 2m വരും. ഇത് എന്ത് ചെയ്താ? പി സ്ക്വയർ ഈക്വൽ ടു 2me എന്ന് എഴുതാ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2me എന്ന് എഴുതിക്കൂടെ? √2me എന്ന് എഴുതിക്കൂടെ? അതായത് മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 2m മൈനസ് 2m ഇടയിലാണ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ ഈ ഫിഗർ. ഇതാണ് ഇതിന്റെ ഫേസ് സ്പേസ് ട്രജക്ടറി അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A system of 4 weakly interacting distinct particles is such that each particle can be in 4 states with energies epsilon, 2 epsilon, 3 epsilon and 4 epsilon respectively. If the system has total energy 15 epsilon, enumerate the microstates. ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? എ സിസ്റ്റം ഓഫ് 4 വീക്ക്ലി ഇന്ററാക്ടിങ് ഡിസ്റ്റിങ്ക്ട് പാർട്ടിക്കിൾസ്. ഇപ്പൊ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. 4 പാർട്ടിക്കിൾസിന് നമുക്ക് എന്തെടുക്കാം? എ ഡിസ്റ്റിങ്ക്ട് പാർട്ടിക്കിൾ ആണ് അല്ലെ? എ ബി സി ഡി ഇൻഡിസ്റ്റിങ്ഷബിൾ അല്ല, ഡിസ്റ്റിങ്ഷബിൾ ആണ്. അപ്പോൾ പിന്നെ എത്ര എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്? പാർട്ടിക്കിൾസ് ക്യാൻ ബി ഇൻ 4 സ്റ്റേറ്റ്സ് വിത്ത് എനർജി. 4 എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. എപ്സിലോൺ, 2 എപ്സിലോൺ, 3 എപ്സിലോൺ, 4 എപ്സിലോൺ, 3 സ്റ്റേറ്റ്സ് ഉണ്ട്. ഇഫ് ദ സിസ്റ്റം ഹാസ് ടോട്ടൽ എനർജി 15 എപ്സിലോൺ, ടോട്ടൽ എനർജി 15 എപ്സിലോൺ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരക്കാം? ഇവിടെ എനർജി സ്റ്റേറ്റ്സ് എത്ര ഉണ്ട്? ഇത് എപ്സിലോൺ, ഇത് 2 എപ്സിലോൺ, ഇത് 3 എപ്സിലോൺ, ഇത് 4 എപ്സിലോൺ അല്ലെ? അപ്പൊ നമുക്ക് 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ 4 പാർട്ടിക്കിൾസ് 15 എപ്സിലോൺ കിട്ടണമെങ്കിൽ നമ്മൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടി വരും? 4 എപ്സിലോൺ അല്ലെ? 3 ആളെ 4 എപ്സിലോണിൽ വെക്കാം. 3 × 4 എപ്സിലോൺ വരും, 12 എപ്സിലോൺ വരും. ബാക്കി ഒരു 3 എപ്സിലോണും കൂടി ഉണ്ട് അല്ലെ? ഒരാളെ 3 എപ്സിലോണിൽ വെക്കാം അല്ലെ? ഒരാളെ 1 × 3 എപ്സിലോൺ. ഓക്കെ, അപ്പോ 3 എപ്സിലോൺ ടോട്ടൽ കിട്ടി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ 15 എപ്സിലോൺ കിട്ടി. 12 എപ്സിലോൺ പ്ലസ് 3 എപ്സിലോൺ എന്താ? 15 എപ്സിലോൺ അല്ലേ? അപ്പൊ നമ്മളെ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതായത് ഇതിലും 3 ആളും, ഇതിലും 3 ആളും, ഇതിലൊരാളും. അതാണ് നമ്മുടെ മാക്രോ സ്റ്റേറ്റ്. പക്ഷെ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ടാവും? നമുക്ക് ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം അല്ലെ? എ ബി സി, ഇവിടെ 3 ആളെ വെക്കാം, ഡീനെ ഇവിടെ വെക്കാം. പിന്നെ എങ്ങനെ അറേഞ്ച് ചെയ്യാം?
എ ബി ഡി വെക്കാം, സീനെ ഇവിടെ വെക്കാം അല്ലെ. പിന്നെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്താം? എ സി ഡി വെക്കാം, ഇവിടെ ബി വെക്കാം. അതേപോലെ ബി സി ഡി ഇവിടെ എന്നെ വെക്കാം അല്ലെ. അതായത് ടോട്ടൽ എത്ര മൈക്രോസ്റ്റേറ്റ് ഉണ്ട്? 4 മൈക്രോസ്റ്റേറ്റ്. 4 മൈക്രോസ്റ്റേറ്റ്സ് അല്ലേ ഇവിടെ ഉള്ളത്. സിമ്പിൾ അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ എത്ര മാക്രോസ്റ്റേറ്റ് ഉണ്ട്? ഒരു മാക്രോസ്റ്റേറ്റ് അല്ലെ. കാരണം ഈ ഒരു ലെവലിൽ ഒന്നേ ഉള്ളൂ, മറ്റേ ലെവലിൽ രണ്ടാമത്തെ എനർജി ലെവലിൽ ഒന്നേ ഉള്ളൂ അല്ല. ഈ ഒരു എനർജിയിൽ 3 പാർട്ടിക്കിളും ഇതിൽ ഒരു പാർട്ടിക്കിളും, അതാണല്ലോ മാക്രോസ്റ്റേറ്റ് അല്ലെ. ഒരു മാക്രോസ്റ്റേറ്റും 4 മൈക്രോസ്റ്റേറ്റും ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി ഇത് ഇവിടെ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആണെങ്കിൽ എന്താവും വരിക? എത്ര മൈക്രോസ്റ്റേറ്റ് വരുന്നുണ്ടാവും? ഇൻഡിസ്റ്റിങ്വിഷബിൾ എന്ന് പറഞ്ഞാൽ ഒക്കെ എ വരാം. എ ഇവിടെ എ വരും. അത് പിന്നെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒരു മൈക്രോസ്റ്റേറ്റ് വരുള്ളൂ. ഓക്കെ. ഇങ്ങനെയാണ് വരിക ഇൻഡിസ്റ്റിങ്വിഷബിൾ ആവുമ്പോൾ, കേസ് ആവുമ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ സിസ്റ്റം ഓഫ് 4 distinguishable particles each with a spin half at rest in a magnetic field of intensity B. ഇപ്പൊ 4 പാർട്ടിക്കിൾസ് ഉണ്ട് ഡിസ്റ്റിങ്വിഷബിൾ. ഓരോന്നിനും മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ സ്പിൻ ഹാഫ് ആണ് ഉള്ളത് അല്ലെ. സ്പിന്ന് ഹാഫ് ആണ് അറ്റ് റെസ്റ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ. ഈച്ച് പാർട്ടിക്കിൾ ഹാഡ് ആൻ എനർജി പ്ലസ് മ്യൂ ബി. അതായത് സ്പിന്ന് ഹാഫ് ആവുമ്പോൾ പ്ലസ് മ്യൂ ബി എനർജി, എന്താ സ്പിന്ന് മൈനസ് ഹാഫ് ആവുമ്പോൾ, എന്താ പറയുക, എം എസ് മൈനസ് ഹാഫ് ആവുമ്പോൾ മൈനസ് മ്യൂ ബി ആണ് ഉണ്ടാവുക. ഓക്കെ. ഇഫ് എ മൈക്രോസ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ക്യാൻ ബി സ്പെസിഫൈഡ് ഇൻ ടേംസ് ഓഫ് ദി സ്പിൻ state of each particle, calculate the number of microstates if the total energy of the state is. ഓക്കെ. അപ്പൊ 5 ടോട്ടൽ എനർജി തന്നിക്കണം. -4 മ്യൂ ബി, -2 മ്യൂ ബി, 0, +2 മ്യൂ ബി, +4 മ്യൂ ബി. ഈ 5 ടോട്ടൽ എനർജിയിലും എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് ഹാസ് ലാർജസ്റ്റ്, എന്നിട്ട് ലാസ്റ്റ് കാണണം വിച്ച് സ്റ്റേറ്റ് ഹാസ് ലാർജസ്റ്റ് തെർമോഡൈനാമിക് പ്രോബിലിറ്റി. ഏത് സ്റ്റേറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി വരുന്നതെന്നാണ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കള്ളി വരക്കാം അല്ലെ. -4 മ്യൂ ബി, -2 മ്യൂ ബി, 0, 2 മ്യൂ ബി, 4 മ്യൂ ബി. ഓക്കെ. അപ്പൊ നമ്മളടുത്ത് എന്താ പറയണ്ട, പ്ലസ് മ്യൂ ബി എന്നുള്ള എനർജി ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, മൈനസ് മ്യൂ ബി എന്നുള്ളത് രണ്ട് സ്പിൻ ഉണ്ട് അല്ലെ. അപ്പൊ -4 മ്യൂ ബി കിട്ടാൻ, എനർജി കിട്ടാൻ എന്ത് ചെയ്യണം? 4 പാർട്ടിക്കിൾസും ഇല്ലേ ഇതിൽ നിൽക്കണ്ടേ? ഈ സ്പിൻ നെഗറ്റീവ് സ്പിൻ സ്റ്റേറ്റിൽ നിൽക്കണം അല്ലെ. മൈനസ് മ്യൂ ബി എനർജി ഉള്ള അതിൽ പോയി നിൽക്കണം. അപ്പൊ 4 പാർട്ടിക്കിൾസും ആ എനർജിയാണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇവിടെ 4 പാർട്ടിക്കിൾസ് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്ര മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും? അപ്പൊ ഇവിടെ നമ്മൾ ഇത് എന്താ പറയാ, കോമ്പിനേഷൻസ് ഇൻഡിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് ഇവിടെ ടോട്ടൽ 4 പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പോ ഇവിടെ n എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പ്ലസ് മ്യൂ ബി എന്നുള്ള സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതേപോലെ പിന്നെ ഈ ബാക്കി എത്ര ഉണ്ടാവും? n-n അല്ലേ. ബാക്കി ടോട്ടലിന് ബാക്കി കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഇത് ഈ സ്റ്റേറ്റിൽ മറ്റേ നെഗറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് ഇവിടെ 4 ആണുള്ളത്, ഇവിടെ 0. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താ, NC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ NC എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കോമ്പിനേഷന്റെ ഇക്വേഷൻ വരുന്നത്? n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഉണ്ട് n മൈനസ് n ഫാക്ടോറിയൽ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഇവിടെ എന്ത് വരും? 4 പാർട്ടിക്കിൾസും ഇവിടെയാണുള്ളത്. അപ്പൊ ടോട്ടൽ 4 ആണ്. 4 പാർട്ടിക്കിൾസും എവിടെയാണുള്ളത്? ഈ മൈനസ് മ്യൂ ബി സ്റ്റേറ്റിലാണത്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. 4C 0 എന്ന് വരും. അപ്പൊ എന്ത് വരും? 4 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഉണ്ട് 4 മൈനസ് 0 ഫാക്ടോറിയൽ എന്ത് വരും? 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ വരും. അതായത് 1. ഒരു മൈക്രോ സ്റ്റേറ്റ് അവിടെ ഉണ്ടാവുള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി -2 മ്യൂ ബിയിലാവണമെങ്കിൽ എന്തൊക്കെ വേണം? ഇവിടെ എന്താ പറയാ, 3 പാർട്ടിക്കിൾസ് മൈനസ് മ്യൂ ബിയിലാവുമ്പോൾ -3 മ്യൂ ബി എന്ന് വരും. ഒരു പാർട്ടിക്കിൾ പ്ലസ് മ്യൂ ബിയിൽ വരും. അപ്പൊ ടോട്ടൽ എത്രയായി? -2 മ്യൂ ബി ആയി അല്ലെ. അങ്ങനെ നിൽക്കണം. അപ്പൊ അവിടെ എത്ര മൈക്രോസ്റ്റേറ്റ് വരും? ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ 3 ആള്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4C1 എന്നല്ലേ എഴുതാ. 4 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഉണ്ട് 4 മൈനസ് 1 ഫാക്ടോറിയൽ, അതായത് 3 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ബൈ 1 ഇൻറ്റു 3 ഫാക്ടോറിയൽ വരും. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 3 ഇൻറ്റു 4 വരും. ഇവിടെ 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 വരും. 4. അതായത് 4 മൈക്രോസ്റ്റേറ്റ്സ് ഉണ്ടാവും ഇവിടെ ഈ സ്റ്റേറ്റ്സിൽ. ഇനി 0 ആണെങ്കിൽ എന്ത് വരണം? 2 പേര് പ്ലസ് മ്യൂ ബിയിലും വേണം, 2 പേര് മൈനസ് മ്യൂ ബിയിലും വേണം അല്ലെ. അതായത് എന്ത്, 2 പ്ലസ് മ്യൂ ബിയും പ്ലസ് 2 -2 മ്യൂ ബിയും, എന്ത് വരും? ടോട്ടൽ എനർജി 0 വരും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് 4C2 വരും. അതായത് 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 4 മൈനസ് 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ അല്ലെ. അതായത് എന്ത് വരും? 2 ഇൻറ്റു 3 ഇൻറ്റു 4 വരും. അടിയിൽ 2 വരും ഇൻറ്റു 2 വരും അല്ലെ. 2 പോയി, 2 പോയി, ഇവിടെ 2 വരും. അതായത് 6. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് 6 വരും. അതേപോലെ തന്നെ ഇനി ഇവിടെയും വരും. ഇത് രണ്ടിനും കേസിലും ഇങ്ങനെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും 4 വരും, 1 വരും. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ മൈക്രോസ്റ്റേറ്റ് ഏതിനാ വരുന്നത്? ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി വരുന്നത് ഏതിനാ? എനർജി 0 ആകുമ്പോൾ അല്ലെ. അപ്പൊ നമുക്ക് പറയാം
Therefore, the table gives energy state with energy 0 has the largest thermodynamic probability എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയാണ് കാണേണ്ടത്. സിമ്പിൾ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് കോമ്പിനേഷൻസ് എങ്ങനെ ഇവിടെ യൂസ് ചെയ്തത് മനസ്സിലായില്ല. നമുക്ക് അറേഞ്ച്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഈ പ്രോബ്ലംസ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുന്നത്തെ ബേസിക് ടെർമിനോളജി ഒക്കെ പഠിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രോബബിലിറ്റി ആണെങ്കിലും പെർമ്യൂട്ടേഷൻ ആണെങ്കിലും കോമ്പിനേഷൻ ആണെങ്കിലും ഒക്കെ പഠിക്കുന്നത് ഇതാ ഇതിനു വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പം അതവിടെ പഠിച്ചത്. ഓക്കെ അല്ലേ. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് 3 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഇൻ 2 ഡിസ്റ്റിങ്ക്ട് എനർജി ലെവൽസ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിനനുസരിച്ചിട്ട് എന്താ പറയാ, 3 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിനെ 2 എനർജി ലെവൽസിൽ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടേബിൾ തന്നെ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, 2 എനർജി ലെവൽ ഉണ്ട്, 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എന്താ 3 പാർട്ടിക്കിളിനെ ഒരേ ലെവലിൽ വെക്കാം അല്ലെ. 3 പാർട്ടിക്കിളിനെ ഒരുമിച്ച് വെക്കാം. രണ്ടാമത്തെ എനർജി ലെവലിൽ ഒന്നും കൊടുക്കണ്ട. രണ്ടാമത്തെ അറേഞ്ച്മെന്റ് എങ്ങനെ വെക്കാം, ഫസ്റ്റത്തെ എനർജി ലെവലിൽ ഒന്നും കൊടുക്കണ്ട, പിന്നെ 3 പാർട്ടിക്കിളിനെ എനർജി ലെവൽ 2 കൊടുക്കാം അല്ലെ. അങ്ങനെ 2 അറേഞ്ച്മെന്റ് ആയി. ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ്, ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ് അല്ലെ. ഇനി നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, ഫസ്റ്റത്തെ എനർജി ലെവലിൽ 2 ആളെ കൊടുക്കാം, രണ്ടാമത്തെ എനർജി ലെവലിൽ ഒരാളെ കൊടുക്കാം. അങ്ങനെ 3 അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിരിക്കുന്നു. ശരിക്കും ഇത് 3ഉം ഒരു മാക്രോ സ്റ്റേറ്റ് അല്ലേ, ഇതൊരു മാക്രോ സ്റ്റേറ്റ് അല്ലേ അല്ലെ. കാരണം മാക്രോ സ്റ്റേറ്റ് പറഞ്ഞാൽ എന്താ, ഒരു എനർജി ലെവലിൽ 2 ആളും രണ്ടാമത്തെ എനർജി ലെവലിൽ ഒരാളും, അത്രയും മാക്രോ സ്റ്റേറ്റ് നോക്കുള്ളൂ. മൈക്രോ സ്റ്റേറ്റ് ആണ് ഏതിലൊക്കെയാണെന്നുള്ളത് നോക്കുള്ളൂ അല്ലെ. പക്ഷെ നമുക്ക് ഒരു മൈക്രോ സ്റ്റേറ്റിൽ തന്നെ 3 മൈക്രോ സ്റ്റേറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എ ബി ഇവിടെ കൊടുക്കാം, സി ഇവിടെ കൊടുക്കാം. അതേപോലെ നമുക്ക് എ സി ഇവിടെ കൊടുക്കാം, ബി ഇവിടെ കൊടുക്കാം, ബി സി ഇവിടെ കൊടുക്കാം, എ ഇവിടെ കൊടുക്കാം. അങ്ങനെ 3 മൈക്രോ സ്റ്റേറ്റ് ആയി. ഇനി അതേപോലെ നേരെ തിരിച്ച് ഒന്നാമത്തെ എനർജി ലെവലിൽ ഒരാളെ കൊടുക്കാം, മറ്റേ രണ്ടാമത്തെ എനർജി ലെവലിൽ 2 ആളെ കൊടുക്കാം. ഇതൊരു മാക്രോ സ്റ്റേറ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര അറേഞ്ച്മെന്റ് ഉണ്ട്, 1 2 3 4 5 6 7 8 ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. 8 വേസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് 8 നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സപ്പോസ് ദി എന്താ പറയാ diatomic molecules of hydrogen atom and diatomic molecules of hydrogen gas are free to move in 2-dimensional plane. These molecules have 2 rotational degrees of freedom also. What will be the dimension of free space? Okay, അപ്പോൾ നമ്മൾ free spaceന്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് തന്നിരിക്കുന്നു, n diatomic molecules ആണ് of hydrogen gas are free to move in 2-dimensional plane. 2-dimensional പ്ലെയിനിൽ ഫ്രീ ടു മൂവ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ആക്ച്വലി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഫ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്, ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ പ്ലസ് വൈബ്രേഷൻ, ഇത്രയും സംഭവങ്ങളൊക്കെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ വരും. ഓരോന്നിലും എത്ര ഇതുണ്ട്, എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഇപ്പൊ 2-dimensional പ്ലേസിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷനിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. പിന്നെ ഇവിടെ തന്നിക്കണു വൈബ്രേഷനിൽ 2 എണ്ണം ഉണ്ട്. അല്ല, വൈബ്രേഷൻ അല്ല, റൊട്ടേഷനിൽ 2 എണ്ണം ഉണ്ട്. വൈബ്രേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ശരിക്കും ആക്ച്വലി എഫ് എന്ന് പറഞ്ഞാൽ ഇത് 3 കൂടി വരും. ഇവിടെ വൈബ്രേഷൻ പറയാത്തോണ്ട് നമുക്ക് അത് എടുക്കണം. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ നമുക്ക് 2 ട്രാൻസ്ലേഷൻ പ്ലസ് 2 റൊട്ടേഷൻ. ക്വസ്റ്റ്യനിൽ തന്നിക്കണം മോളിക്യൂൾസ് ആർ 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾറെഡി തന്നിക്കണം. നമുക്ക് 2-dimensional പ്ലെയിനിൽ ഫ്രീ ടു മൂവ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ട്രാൻസ്ലേഷൻ 2 എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 വരും. അപ്പൊ ഞാൻ പറഞ്ഞു n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ എഫ് ഇൻറ്റു എൻ ആണ്, അതായത് 4 ഇൻറ്റു എൻ വരും അല്ലെ. ഇനി ഞാൻ പറഞ്ഞു ഓരോന്നിനും ഒരു പൊസിഷനും ഉണ്ടാവും, ഈ 4n ഒരു പൊസിഷനും ഉണ്ടാവും, ഒരു മൊമെന്റും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എന്ത് വരും, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും, നമുക്ക് 2 ഇൻറ്റു 4 വരും, അതായത് 8n ഡയമെൻഷൻ ആവും വരാം. ഓക്കെ, നമ്മളെ ഫേസ് സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 8n ഡയമെൻഷൻ സ്പേസ് ആവും വരാം. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ എ ടോസ് ഓഫ് 5 ഫെയർ കോയിൻസ്, ഒബ്റ്റെയിൻ ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ്സ് അതേപോലെ 5 ഹെഡ്സ്. 5 കോയിൻസിനെ ഒരുമിച്ച് ടോസ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നും അതേപോലെ തന്നെ 5 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് 5 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ അല്ലെ 2 ഇങ്ങനെ 5 വട്ടം വരും. അതായത് 2n വേസിലാണ് പോസിബിൾ. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്ര വരും, ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ 2n ആവും വരാം. ഇതിന്റെ കേസിൽ കോയിന്റെ കേസിൽ 2n വരും. അതേപോലെ തന്നെ ഡൈസിന്റെ കേസിലാണെങ്കിൽ 6n വരാം അല്ലെ. കാരണം അതിന് ഓൾറെഡി 6 ഔട്ട്കം വരും. പിന്നെ എത്ര ഓരോന്നും കൂടുതലനുസരിച്ച് 6 അങ്ങനെ 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 പോകും. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, 5 കോയിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ 2 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 32 ഔട്ട്കംസ് ഉണ്ടാവും ഇതിന്. ഓക്കെ,
അപ്പൊ ഈ 32 ഔട്ട്കംസിൽ 3 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് കോമ്പിനേഷൻസ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് വെച്ചു കഴിഞ്ഞാൽ 3 ഹെഡ് 3 ഹെഡ് കിട്ടും അല്ലെ. ശരിക്ക് 5 കോയിൻസ് ആണ് ഉള്ളത് അല്ലെ, അതായത് 5 ഹെഡ് ടോട്ടൽ ഉണ്ട്. അപ്പൊ നമുക്ക് 3 ഹെഡ് കിട്ടാനുള്ള കോമ്പിനേഷൻ, അതായത് അറേഞ്ച്മെന്റ് എങ്ങനെ എഴുതാ, 5C3 എന്ന് എഴുതി കൂടെ. അതായത് 5C3 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 ഫാക്ടോറിയൽ. അതായത് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. ഇവിടെ 1 ഇൻറ്റു ഉണ്ട് കേട്ടോ, ഞാൻ 1 ഇൻറ്റു ചെയ്ത് വെച്ചിട്ട് മാറ്റൊന്നും വരാനില്ലല്ലോ, അതുകൊണ്ടാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ തന്നെ 1 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 അല്ലേ. അപ്പോൾ 1 1 2 2 3 3 പോയി 2 ഇൻറ്റു 2 2 വരും. ഇവിടെ എത്ര വരും? 10 പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. 3 ഹെഡ് കിട്ടാൻ 10 പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എത്ര വരും? പ്രോബിലിറ്റി ഓഫ് 3 ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ, 10 ചാൻസ് ഉണ്ട്. 10 ഇവിടെ ടോട്ടൽ ഔട്ട്കംസ് എത്രയും 32, അതായത് 5/60 എന്ന് എഴുതാം. ഇതാണ് 3 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് ചോദിച്ചിരിക്കുന്നത് 5 ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഓൾറെഡി ഹെഡ് 5 അല്ലേ, 5 കോയിന് 5 ഹെഡ് ഉണ്ടാവും. ഇവിടെ എത്ര എത്രയാണ് എന്ന് പറഞ്ഞാൽ 5 തന്നെ നിൽക്കണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 5C5 എന്ന് എഴുതി കൂടെ. അതായത് 5 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ അല്ലേ, അതായത് 1 വരും. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്നാണെങ്കിൽ എന്ത് ചെയ്താ, പ്രോബിലിറ്റി ബിറ്റ്വീൻ 5 ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ, 1/32. സിമ്പിൾ അല്ലേ. ഇങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു ഈ ഒരു യൂണിറ്റില്? ആദ്യം പ്രോബിലിറ്റി ആ കാര്യങ്ങളൊക്കെ പഠിച്ചു, പിന്നെ പെർമ്യൂട്ടേഷൻസ്, കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഫേസ് സ്പേസ് എന്താന്ന് പഠിച്ചു അല്ലെ. ഫേസ് സ്പേസിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക. ഇത്ര n പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇപ്പൊ ചിലപ്പം എന്താ 3 പാർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നിന്റെ അവിടെ 3 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ n പാർട്ടിക്കിൾസ് ആയതുകൊണ്ടാണ് നമ്മൾ n എന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ ഒരു 6 ഡയമെൻഷണൽ നമ്മൾ പറഞ്ഞ ഫേസ് സ്പേസ് ആണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ 6 ഡയമെൻഷണൽ ജോമെട്രിക്കൽ ഫ്രെയിംവർക്ക് മാപ്പിംഗ് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് ഓൾ പാർട്ടിക്കിൾസ്. എല്ലാ പാർട്ടിക്കിൾസിന്റെ പൊസിഷനും മൊമെന്റും മാപ്പ് ചെയ്യുന്ന ഒരു ജോമെട്രിക്കൽ ഫ്രെയിംവർക്ക് ആണ് ഫേസ് സ്പേസ് നമ്മൾ പറഞ്ഞു അല്ലെ. അതിലുള്ള പോയിന്റ് ആണ് ഫേസ് പോയിന്റ്, അതിന്റെ ട്രജക്ടറി ആണ് ഫേസ് പാത്ത്, അതൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടോ, എന്താണ് ഫേസ് പോയിന്റ്, എന്താണ് ഫേസ് പാത്ത് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ മാക്രോ സ്റ്റേറ്റ്സും മൈക്രോ സ്റ്റേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു. മൈക്രോ സ്റ്റേറ്റ്സ് എന്താ, ഓരോ സെല്ലിലും അറേഞ്ച്മെന്റ് എങ്ങനെ അല്ലെ, അതിന്റെ ഓർഡർ നോക്കേണ്ട ആവശ്യമില്ല, എത്രണ്ണം ഏതിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മാക്രോ സ്റ്റേറ്റ്. മൈക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഏതിലാണെന്നുള്ളത് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് നോക്കണം. ഓക്കെ, പിന്നെ തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്താന്ന് പറഞ്ഞു അല്ലെ. തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ സ്റ്റേറ്റിലുള്ള എത്ര നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ട്, അതാണ് എന്താ തെർമോഡൈനാമിക് പ്രോബിലിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ മെക്കാനിക്സിന്റെ ലോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ബൾക്ക് പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കും. ഓക്കെ, സോ താങ്ക് യു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.